സ്നേഹമുള്ളവരെ, ഇന്ന് വീണ്ടും ഉപ്പള പത്തോടി ഡാം സന്ദർശിക്കാൻ വേണ്ടി ഞാനും ജനപ്രതിനിധികളും LST ഡിപ്പാർട്ട്മെൻറ്റിലെ എയും അടങ്ങുന്ന ഒരു ടീം പത്തോടി ബ്രദേഴ്സ് ക്ലബിൻ്റെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വീണ്ടും ഡാം സന്ദർശിച്ചു. പ്രിയപ്പെട്ട LST ഡിപ്പാർട്ട്മെൻറ്റ് എ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് മറ്റു ജനപ്രതിനിധികൾ, 3-ാം വാർഡിലെ മെമ്പർ അനീഫ് ബാബ, 4-ാം വാർഡിലെ മെമ്പർ നസിയ അസീസ്, 23-ാം വാർഡിലെ മെമ്പർ റസാഖ് പപ്പായിത്തൊട്ടി, സിദ്ദീഖ് ഷിരി അടങ്ങുന്ന ഞങ്ങൾ കുറച്ച് പേര് ഈ സ്ഥലം വീണ്ടും സന്ദർശിക്കുകയും ബ്രദേഴ്സ് പത്തോടിയുടെ പ്രവർത്തകരും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ആ നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി ഷാഫി, 3-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ലത്തീഫ് പത്തോടി, യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി നൌഷാദ് പത്തോടി, അതുപോലെ സിദ്ദീഖ് പത്തോടി അടങ്ങുന്ന ജബ്ബാർ അടക്കമുള്ള ആ വാർഡിലെ ആഷിഖിൻ്റെ യൂത്ത് ലീഗിൻ്റെ വാർഡ് കമ്മിറ്റി അംഗങ്ങൾ, ആഷിഖ്, നൌഷാദ് അടങ്ങുന്ന മറ്റു അംഗങ്ങൾ, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രധാനപ്പെട്ട നാട്ടിലെ ആളുകളുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിർത്താൻ സാധിക്കുന്നില്ല. വേനൽക്കാലത്ത് 10 ലക്ഷം രൂപ അടിയന്തരമായി അതിനനുവദിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എയെ കൊണ്ട് പരിശോധിക്കുകയും ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഈ പ്രദേശത്ത് ഒരു അവധി ദിനം കിട്ടിയപ്പോൾ ഉപ്പള ടൗണിൽ തന്നെ കച്ചവടം ചെയ്യുന്ന ബ്രദേഴ്സ് പത്തോടിയുടെ പ്രവർത്തകർ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടി പ്രവൃത്തി നടത്തുന്നത്. ഇന്ന് ഈ പ്രദേശം സന്ദർശിച്ചു. ഉപ്പള നാട്ടിലെ കുടിവെള്ളം സംരക്ഷിക്കാൻ വേണ്ടി ഈ ഡാം നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നു. നാട്ടിലെ ശുദ്ധവെള്ളം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് നമ്മളെല്ലാവരുടെയും കടമയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഡാമിനെ സംരക്ഷിക്കാനും വേനൽക്കാലം വരുമ്പോൾ കുടിവെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തി നടത്താനും മഴക്കാലം വരുമ്പോൾ അത് നീക്കം ചെയ്ത് സുഗമമായ ഈ പുഴയുടെ ഒഴുക്ക് ചെയ്യാനുമുള്ള പ്രവൃത്തിയായിരിക്കും. അതിന് ഒരുപാട് കടമകൾ കടക്കേണ്ടതുണ്ട്. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇന്നിവിടെ ഈ ഒരു സ്ഥലം സന്ദർശിച്ച് ഒരു ജനപ്രതിനിധി സംഘവും ഉദ്യോഗസ്ഥന്മാരും ഈ പ്രദേശത്തെ കർഷകരും ബ്രദേഴ്സ് പത്തോടിയുടെ പ്രവർത്തകന്മാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര സുന്ദരമാണ് ഈ പുഴ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മാലിന്യമില്ലാത്ത ഒരു പുഴ. ഈ പുഴ ഇതുപോലെ സംരക്ഷിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും കടമയാണ്. വരുന്ന ആളുകളിൽ ഈ അണക്കെട്ട് സംരക്ഷിക്കാനും നമ്മുടെ നാട്ടിലെ ശുദ്ധവെള്ള സ്രോതസ് സംരക്ഷിക്കാനും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അടിയന്തരമായി ഈ പദ്ധതി ഈ നാട്ടിലേക്ക് യാഥാർത്ഥ്യമാക്കി വരുന്ന ആളുകളിൽ ഇത് കൃത്യമായി പരിപാലിക്കാനുള്ള ഷെഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. കുടിവെള്ളം സംരക്ഷിക്കുക, വരും തലമുറയ്ക്ക് ശുദ്ധമായ കുടിവെള്ളം നൽകുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. വരുന്ന ആളുകളിലുള്ള പ്രവർത്തനം നിങ്ങളെല്ലാവരും